ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിതിന് മുന്നേ ബിരിയാണി ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു വെറൈറ്റി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാ ഇൻഗ്രീഡിയൻസ് ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട്. 6 സ്ലൈസ് ഉള്ളി എരിഞ്ഞ് വെച്ചതാട്ടോ. പിന്നെ 1.5 കിലോന് അരി എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേമാതിരി 1.5 കിലോ ചിക്കനും മസാല ഒക്കെ പരട്ടി വെച്ചതാണ് കേട്ടോ. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്തിട്ട് ആദ്യം തന്നെ ഇതാ ഇങ്ങനെ ഒരു പാത്രം, ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്താണ്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഉള്ളിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടെ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചിക്കനിലേക്കുള്ള മസാലകൾ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ചെറുനാരങ്ങ, പിന്നെ സുർക്കയൊക്കെ എടുത്തിട്ട് ഞാൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ മസാല. അപ്പോൾ അതാ അവിടെ ഉള്ളി ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറിനേക്കുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് ഇതാ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിലേക്കൊരു ബേ ലീഫ്, പട്ട, കറാമ്പൂ ഒക്കെ ഇട്ടിട്ട്, പിന്നെ വെള്ളം അറിയാലോ, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് അതിലേക്ക് പറഞ്ഞ് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഞാൻ ദാ ഉള്ളി വാട്ടി നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പകുതി ചിക്കൻ അതിലേക്ക് ഇട്ടു. ഇതിൽ ഞാൻ അരിയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്ത് ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബിരിയാണി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കും കേട്ടോ. അപ്പോൾ അതാ ചോറ് നല്ലോണം വെള്ളം വറ്റി വന്ന് റെഡി ആയിട്ടുണ്ട്. അത് അവിടെ നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ 6 സ്ലൈസ് അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളി എടുത്തപ്പോൾ 3 ഉള്ളി ഞാൻ ആദ്യം വഴറ്റിയെടുത്തു. ബാക്കി 3 ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ടെടുത്തു. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്തു. അതാ ഉള്ളിയിലേക്ക് നേരത്തെ നമ്മൾ ഇട്ടുവെച്ച ഉള്ളിയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുത്തു. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 4-5 പച്ചമുളക് ചതച്ചതാട്ടോ, അതും അതിലേക്ക് ഇട്ടെടുത്തു. വലിയ എരിവില്ലാത്ത പച്ചമുളകാണേ, അതും അതിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടി. നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 4 അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അടിപൊളി ടേസ്റ്റാട്ടോ ഈ ഒരു ബിരിയാണിക്ക്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാല, ഒരു 1.5 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഗരം മസാല 1.5 ടീസ്പൂൺ ഇട്ടെടുത്തു. ഇനി ബിരിയാണി മസാല കേട്ടോ 1.5 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുത്തു. പിന്നെ ഇട്ടെടുക്കേണ്ടത് ഗരം മസാല പെരിഞ്ചീരകമാണ് കേട്ടോ. അതിലേക്കൊരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടെടുത്തു. ഇനി 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ട് ഒരു 1.5 ടീസ്പൂണ് മുളകും പൊടി ഇട്ടെടുക്കുക. ഫ്ലെയിം കുറക്കണം കേട്ടോ, പ്രത്യേകം പറയുന്നുണ്ട്, ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഈ ഗ്ലാസ്സിന് ഒരു 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നല്ലോണം പിഴിഞ്ഞ് കൊടുക്കുക. ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തത്. ചെറുനാരങ്ങ നമ്മൾ ചിക്കനിൽ എടുത്തിരുന്നു. ഇതിന് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് നോക്കിയെടുക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടിട്ട് ഞാൻ ഇതിൽ ഉപ്പിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 കപ്പ് ചിക്കൻ ഇട്ടിട്ട് പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം മതി കേട്ടോ. വെള്ളമൊക്കെ നോക്കിയിട്ട് വയ്ക്കുന്നത്. ഞാൻ ചൂടുവെള്ളമൊന്നുമില്ല, സാധാ വെള്ളം തന്നെ ഇട്ട് ഒഴിച്ചത്. ഈ ജസ്റ്റ് ഒന്നും കൂടി വേവട്ടെ.
മസാലകളൊക്കെ ഒന്ന് ചിക്കൻ ഓൾറെഡി വെന്തതാണ്. എന്നാൽ മസാലകളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മസാലകളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടോ. നല്ല രസം, ഗ്രേവി കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്തു, ഇനി കിസ്മിസ് ഇട്ടെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ചോറ് മസാലയൊക്കെ റെഡി. ഇനി നമുക്ക് ദമ്മാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മല്ലിയില നല്ലോണം കഴുകിയിട്ട് മസാലേൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിട്ടിട്ട് മല്ലിയില ഇട്ടിട്ട് ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് വെച്ചെടുക്കുക കുറേശ്ശെ. അങ്ങനെ ചോറ് ഇട്ട് കൊടുക്കുക. വീണ്ടും അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും അതിലേക്ക് ആഡ് ചെയ്യുക. ഇടയിൽ ഇത്ര പണിയുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ദമ്മാക്കിയിട്ട് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദമ്മാക്കി എടുക്കുക കേട്ടോ. നമുക്ക് ചോറിട്ട് കൊടുക്കാം. എല്ലായിടത്ത് കട്ടൊക്കെ പൊട്ടിച്ചിട്ട് ചോറൊക്കെ നല്ല കറക്റ്റിൽ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇതിൽ നമുക്ക് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിൽ 3/4 അരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രത്തിന് 2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടോ, 3/4. നമുക്ക് അതിലേക്ക് 6 kg ഇട്ട് കൊടുക്കുക നെയ്യ്. അതിൻ്റെ ഇടയിൽ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ദമ്മ ചെയ്തിട്ട് ഞാനിതാ അതിൻ്റെ ഇടയിൽ ഉള്ളി ഇതൊക്കെ ഇട്ട്, അപ്പോൾ അടിപൊളി ബിരിയാണി. നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് ദമ്മാക്കി വെക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്.